കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മുടെ സുഹൃത്ത് മുസ്തഫയുടെ 11 ഏക്കർ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കൃഷികൾ വരണ്ട് കേട്ടോ. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഈ തോട്ടത്തിലെ മെയിൻ കൃഷി പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് മികച്ചൊരു കൃഷി ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഏരിയക്ക് പാഷൻ ഫ്രൂട്ട് വ്യാപിപ്പിക്കാനാണ് കർഷകൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് പുതിയ പ്ലാന്റേഷൻ നടത്തിയിട്ട് ഇതാ വള്ളി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പ് തന്നെ ഇവിടെ ഇടവേളായിട്ട് പയറ്, ബീൻസ്, മറ്റ് കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫാമിലെ മെയിൻ കൃഷി പാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ നമുക്ക് റഹീമും മുസ്തഫയും ഒക്കെ നിന്നിട്ട് പയറും ബീൻസൊക്കെ പൊട്ടിക്കുന്ന കാഴ്ചകളും കാണാൻ പറ്റും. കർണാടകയിൽ ലീസിനെടുത്ത സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 1-2 ഏക്കറിൽ കൃഷി ചെയ്ത് പാഷൻ ഫ്രൂട്ട് വിജയകരമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പുതിയ പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പുതിയ പ്ലാന്റേഷനിൽ നിന്ന് വിളവ് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഇടവിള കൃഷിയും കൂടി ഇറക്കിയിട്ട് അതിൽ നിന്നൊരു വരുമാനം കൂടി നേരത്തെ കണ്ടെത്താൻ ഇവിടെ കർഷകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടവിള കൃഷിയായിട്ട് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ബീൻസ്, പയറ്, പിന്നെ ഇഞ്ചി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയയിലൊക്കെ ഇഞ്ചി കൃഷിയാണ്. പിന്നെ പപ്പായ കൃഷിയാണ് ഈ കാണുന്നത്. ഇത്ര ഏരിയയിൽ പപ്പായ കൃഷി ഉണ്ട്. അപ്പോൾ ചിലത് 40 സെൻറ്റ്, 50 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ, 1.5 ഏക്കർ സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ക്യാബേജ് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ 1-2 ഏക്കറിൻ്റെ അടുത്തുണ്ട്. 1.5-1.25 ഏക്കർ സ്ഥലത്തേക്ക് എത്തി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുതിയ ഏരിയയാണ്. ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ പ്ലാന്റേഷൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ നടന്ന് കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ തന്നെ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതി തന്നെ നല്ല രീതിയിൽ തന്നെ വൈഡായിട്ട് തക്കാളിയും ചെയ്തിട്ടുണ്ട്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ലൈഫ് എങ്ങനെയാണ് ചെടിയുടെ ലൈഫ്? 8 വർഷമാണ് കാലാവധി പറയുന്നത്. 8 വർഷം നമുക്ക് കണക്ക് കൂട്ടണ്ട, 2 വർഷം കണക്ക് കൂട്ടി. നമ്മൾ ഈ 8 വർഷത്തേക്ക് ഉള്ളതും കൂടി 2 വർഷം കൊണ്ട് നമ്മൾ എടുക്കും. നമ്മൾ നടുന്ന സിസ്റ്റങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സാധാരണ ആൾക്കാർ നടുന്ന പോലെ അല്ല നമ്മൾ നടുന്നത്. നമ്മൾ നടുന്നത് വാഴ നടുന്ന പോലെ 6-6 നമ്മൾ നടുന്നത്. 6-6 നട്ട് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 വർഷം കൊണ്ട് കിട്ടേണ്ട കായ 1 വർഷം കൊണ്ട് കിട്ടും. ഈ 1 വർഷത്തെ കായ പറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ 6-6 വെച്ചത് അത് 12-12 മാറ്റും. അതായത് 1 വെച്ചിട്ട് വെട്ടി കൊടുക്കും. അടി വെട്ടി ഒഴിവാക്കും. 1 വർഷം കഴിഞ്ഞാൽ വള്ളിക്ക് പടരാനുള്ള അവസരം കൊടുക്കും. അപ്പോൾ എന്നാലാണ് എന്ത് സംഭവിക്കുള്ളൂ, കൂടുതൽ കായ ഉൽപ്പാദനം കിട്ടുള്ളൂ. ഇതിന് മുകളിൽ ഇതിങ്ങനെ വെക്കണേ എത്ര അകലം വേണം അങ്ങനെ എന്തെങ്കിലും? ഇതിപ്പോൾ ഏകദേശം വെച്ചിട്ടുള്ളത് 1.25 അടി നീളം, അല്ല വീതി, 1.25 അടി വീതി, 5 അടി നീളത്തിലാണ്. 5 അടി നീളത്തിലല്ലേ? പിന്നെ റേഷൻ പൂട്ടിന്റെ വള്ളി തന്നെ പന്തല, അത് ഓട്ടോമാറ്റിക് പന്തലായിക്കോളും. നേരെ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തൽ തന്നെ ആയി വരും. ചില ആൾക്കാർ, അധികം ആൾക്കാരും കൃഷി ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1 അടിയിലൊക്കെയാണ് നെറ്റ് വല വെച്ച് കെട്ടി കൊടുക്കുക. അത് ഏകദേശം 1 വർഷം കൊണ്ട് അടയും. പിന്നെ താഴത്തെ കായ ഇറങ്ങൂല. ഇത് ഇത്രയും ക്യാപ്പ് ഉണ്ടായിട്ട് തന്നെ ഇത് അടഞ്ഞു പോണേ. ഇത് 1.5 അടി വീതി, 5 അടി ലോങ് ഉണ്ട് ഒരു ക്യാപ്പ്. ആ ക്യാപ്പ് കൂടെ അടഞ്ഞു പോകും 1 വർഷം കൊണ്ട് തന്നെ. ഫ്രൂട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കണല്ലേ? താഴത്തേക്ക് ഇറങ്ങി നിൽക്കണം. പാഷൻ ഫ്രൂട്ടിന്റെ സീസണിൽ ഈ ഫാമിൽ വന്നിട്ട് ഡീറ്റെയിൽ വീഡിയോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.